ഹലോ ഗൈസ്, ഇത് നിങ്ങളുടെ സ്വന്തം ബ്രോ സുനീഷ് Thambanzone എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. പതിവ് പോലെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരുപാട് പേർക്ക് ഒരുപാട് കൺഫ്യൂസുള്ള ഒരു വിഷയമാണ് ഹെയർ ഫാൾ, മുടി കൊഴിച്ചൽ, മുടിയുടെ വളർച്ച. ഇതിനെയൊക്കെ കുറിച്ച് പലരും തെറ്റായിട്ട് ധരിച്ചിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. എങ്കിൽ ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് മുടി കൊഴിച്ചൽ? അതിനു മുമ്പായി എന്താണ് മുടി? അത് പറഞ്ഞാൽ ഫുൾ ഓഫ് പ്രോട്ടീനാണ്. അതായത് പ്രോട്ടീൻ്റെ തന്നെ മറ്റൊരു രൂപമായ കെരാറ്റിൻ എന്ന പദാർത്ഥത്തിലാണ് മുടി ഉള്ളത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുടി കൊഴിച്ചൽ ഉണ്ടാകുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി ഈ വൈറ്റമിൻസ്, ഈ മിനറൽസും അയൺസും ഇതൊക്കെ എങ്ങനെയാണ് മുടി കൊഴിയാതിരിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് മുടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ നമ്പർ 1 പറയാനുള്ളത് വൈറ്റമിൻ എ ആണ്. അതെങ്ങനെയാണ് നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്നത്? അതായത് ഒരു മോയ്സ്ചറൈസർ ആയിട്ട് അത് പ്രവർത്തിക്കുകയാണ്. അതായത് മുടിയെ, നമ്മുടെ തലമുടിയെ അത് ഡ്രൈ ആകാതെ അതിനെ കീപ്പ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്? സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്, സ്പീനച്ച്, അതായത് ചീര, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ ഹെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വൈറ്റമിൻ ബി ആണ്. ബി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഭാഗമായ ഫോളിക്കിൾ, അതിൽ റെഡ് ബ്ലഡ് സെല്ലിൽ അയണിൻ്റെ അളവും ഓക്സിജനും കൂടുതലായിട്ട് ഈ ഫോളിക്കിൾ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വൈറ്റമിൻ ബി ആണ്. അപ്പോൾ വൈറ്റമിൻ ബി റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഏതാണെന്ന് നോക്കാം. ആൽമണ്ട്, അതായത് ബദാം, ഫിഷ്, അതായത് സീ ഫുഡ് ഒരുവിധം മൊത്തം വൈറ്റമിൻ ബി ഉള്ളതാണ്. അതുകൂടാതെ പച്ചക്കറികളിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് വൈറ്റമിൻ ബി കിട്ടും. മൂന്നാമതായിട്ട് പറയാനുള്ളത് വൈറ്റമിൻ സി ആണ്. അത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് നമുക്ക് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ അതാണ് സംരക്ഷിക്കുന്നത്. അതെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ബ്ലഡിൽ, അതായത് റെഡ് ബ്ലഡ് സെല്ലിൽ അയണും മിനറൽസും നമ്മുടെ തലച്ചോറിലേക്കല്ല, നമ്മുടെ മുടിയുടെ ഫോളിക്കിളിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന ഭക്ഷണമാണ് സ്ട്രോബെറി, പെപ്പർ, നെല്ലിക്ക. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അടുത്ത വൈറ്റമിനിലേക്ക് പോകാം. വൈറ്റമിൻ ഡി എങ്ങനെയാണ് നമ്മുടെ മുടിയുടെ വളർച്ചയെ സപ്പോർട്ട് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി മുടിയുടെ വളർച്ചയല്ല സപ്പോർട്ട് ചെയ്യുന്നത്, പുതിയതായിട്ട് മുടി വളരുവാൻ വേണ്ടിയിട്ട് പുതിയ ഫോളിക്കിൾ, അതായത് ഇതുപോലുള്ള പുതിയ ഫോളിക്കിളിനെ നമ്മുടെ തലയുടെ സ്കിന്നിൽ സൃഷ്ടിക്കുകയാണ് വൈറ്റമിൻ ഡിയുടെ പണി. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ ഡി. അത് ഏത് ഫുഡിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ ഫാറ്റി ഫിഷ്, അതായത് മീൻ ഗുളിക, omega-3 ഇതിൽ നിന്നൊക്കെ വൈറ്റമിൻ ഡി കിട്ടും. പിന്നെ ഇതുകൂടാതെ ചിലയിനം കൂണുകളിൽ നിന്നൊക്കെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാൻ തോന്നും. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അപ്പോൾ തല വെയിൽ കൊള്ളിക്കുക എന്നാണ് പറയാനുള്ളത്. അഞ്ചാമത് പറയാനുള്ള വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമ്മുടെ സ്ട്രെസ്സിനെ ചെറുത്ത് നമ്മുടെ മുടിയുടെ വളർച്ചയെ പ്രധാനമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 35%ഓളം 8 മന്ത് നമ്മൾ ഈ വൈറ്റമിൻ സ്ഥിരമായി കൊടുത്തു കഴിഞ്ഞാൽ 35%ഓളം മുടി വളരാനുള്ള സാധ്യത ഉണ്ട്. ഇത് നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് സൺഫ്ലവർ സീഡിൽ നിന്നും ബദാം, ചീര, ഇതിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വൈറ്റമിൻ ഇ ലഭിക്കുന്നത്. നമ്പർ 6 ആയിട്ട് പറയാനുള്ളത് അയൺ ആണ്. അയണിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് റെഡ് ബ്ലഡ് സെല്ലിലൂടെ അയൺ ഓക്സിജനും നമ്മുടെ ഫോളിക്കിൾസിൽ എത്തുമ്പോഴാണ് മുടിക്ക് വളർച്ചയുണ്ടാകുന്നത്. ഇത് പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥം എഗ്ഗ്, റെഡ് മീറ്റ്, പിന്നെ കക്ക ഒക്കെ പറയുന്നില്ലേ, പല സ്ഥലത്ത് ഇളമ്പക്ക അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് ഇത് കൂടുതലായിട്ട് ലഭിക്കും, അയൺ. അപ്പോൾ അടുത്ത പോയിൻ്റ് നമ്പർ 7 ആയിട്ടാണ്. അത് സിങ്ക് ആണ്. അതായത് ഈ ഫോളിക്കിളിൽ ലിക്വിഡ് രൂപത്തിൽ അവിടെ നിലനിൽക്കണം ഫോളിക്കിളിൻ്റെ അകം.
അപ്പോൾ അത് നിലനിർത്തുന്നത് സിങ്കാണ്. സിങ്ക് ഇല്ലെങ്കിൽ ഡ്രൈ ആകുകയും പെട്ടെന്ന് മുടി കൊഴിയുകയും ചെയ്യുന്നു. അപ്പോൾ സിങ്ക് ധാരാളമായി ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ്? ചീര, ഗോതമ്പ്, പംകിൻ സീഡ്, ഓയിസ്റ്റർ, അതായത് കക്ക ഒക്കെയാണ് നമുക്ക് സിങ്ക് കൂടുതലായിട്ടും ലഭിക്കുന്നത്. അപ്പോൾ പോയിന്റ് നമ്പർ 8 ആയിട്ട് പറയാനുള്ളത് പ്രോട്ടീനാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ, ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് പ്രോട്ടീൻ്റെ നിർമ്മിതിയാണ്. അതായത് പ്രോട്ടീൻ്റെ മറ്റൊരു വകഭേദമായ കെരാറ്റിൻ എന്ന പദാർത്ഥം. അതുകൊണ്ടാണ് നമ്മുടെ ഹെയർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന വൈറ്റമിൻസും മിനറൽസും ഇതൊക്കെ ആണ്. ഞാനിത് ആദ്യം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചലിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലെ ഫസ്റ്റ് പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലേ, ജീനുകളിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. ഇത് കൃത്യമായിട്ടും ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമ്മയുടെ ക്രോമോസോമിൽ നിന്നാണ് ലഭിക്കുന്നത്. ശരിക്കും അമ്മക്ക് കിട്ടുന്നത് അമ്മയുടെ അച്ഛനിൽ നിന്ന്, അച്ഛന് കിട്ടുന്നത് അച്ഛൻ്റെ അമ്മയുടെ. അങ്ങനെയാണ് ആ ക്രോമോസോം ഒരു 90% പിന്നെ ഇപ്പോഴത്തെ പഠനപ്രകാരം അങ്ങനെയാണെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഒരാൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമ്മയിൽ നിന്നും, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛനിൽ നിന്നുമായിരിക്കും. ഇതിന് പ്രത്യേകിച്ച് നമ്മൾക്ക് ഒന്നും ചെയ്യുവാനില്ല, അതിന് മെഡിസിനും കാര്യമായിട്ട് ചെയ്യാനില്ല. എന്തായാലും എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വൈറ്റമിൻസും മിനറൽസും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പോയിന്റ് നമ്പർ 2 ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇൽനെസ്സാണ്. ഓരോ അസുഖങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്ത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അത് മുടി കൊഴിച്ചലിനെ ബാധിക്കും. പോയിന്റ് നമ്പർ 3 ആയിട്ട് പറയാനുള്ളത് പുവർ ഡയറ്റിംഗ് ആണ്. അതായത് ശരിയായിട്ടല്ലാത്ത ഭക്ഷണ രീതി. ഇന്ന് നമ്മൾ ഒരു ഡയറ്റ് ക്ലിയർ അല്ല, അതായത് വൈറ്റമിൻസ് കറക്റ്റ് അല്ലാത്ത ഭക്ഷണമാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ഇന്നല്ല ആ മുടി കൊഴിച്ചിലുണ്ടാവുക. അപ്പോൾ അത് നമ്മുടെ മുടിയുടെ വളർച്ചയുടെ ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഫോളിക്കിൾസിൻ്റെ അകത്ത് നിന്ന് മുടിയുടെ വളർച്ചയിൽ അത് സ്റ്റാർട്ട് ചെയ്തു. അത് വെളിയിലേക്ക് വരുമ്പോഴേക്കും, അത് കുറച്ച് വളർന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കാണ് അത് നമുക്ക് മുടി കൊഴിച്ചിലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന തെറ്റായ ഭക്ഷണ രീതി കൊണ്ട് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടോ അതിനപ്പുറം കൊണ്ടോ ഒക്കെയാണ് നിങ്ങൾക്ക് ഈ മുടി കൊഴിച്ചിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക. 4 ആയിട്ട് പറയാനുള്ളത് സ്ട്രെസ്സാണ്. അമിതമായ ടെൻഷൻ, അമിതമായ സ്ട്രെസ്, അത് ശരിക്കും നമ്മുടെ മുടി കൊഴിച്ചിലിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, അത് നമ്മൾക്ക് ഇല്ലാതാക്കാൻ, നമുക്ക് തടയുവാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റുമാണ്. അതായത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെസ്സ് കുറക്കുവാൻ പറ്റും. സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് കോർട്ടിസോൺ ഉൽപ്പാദിപ്പിക്കുകയും നമ്മുടെ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം വളരെ കുറക്കുകയും ചെയ്യുന്നു. അതായത് കോർട്ടിസോൾ എപ്രകാരമാണോ കൂടുന്നത് അതിനനുസരിച്ച് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയും. അത് വിപരീത അനുഭവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ ഫാൾ മാത്രമല്ല ഉണ്ടാകുന്നത്, അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ബാക്കി ഒട്ടേറെ ദോഷങ്ങളാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ മസിൽസിൻ്റെ വളർച്ച, നമ്മുടെ പെട്ടെന്ന് അകാല വാർദ്ധക്യം ഉണ്ടാകുക, ഇതൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മുടി കൊഴിച്ചിൽ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവമാണ് ഈ സ്ട്രെസ്. അതായത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അതിന് ഏറ്റവും അതിന് നമ്പർ 1 ആയിട്ട് പറയേണ്ടത് മെഡിറ്റേഷനാണ്. നമുക്ക് സ്ട്രെസ് ഇല്ലാതാക്കാൻ മെഡിറ്റേഷൻ, എക്സസൈസ്, പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുക, പിന്നെ നമ്മളെ ഇഷ്ട വിനോദങ്ങളിൽ ഏർപ്പെടുക, പിന്നെ കോമഡി സിനിമ, അങ്ങനെ ചിരിക്കാനുള്ള വക നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോഴുള്ള ഒരു സ്ട്രെസ്സുള്ള അവസ്ഥയിൽ നമുക്ക് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോമഡി സിനിമ അല്ലെങ്കിൽ കോമഡി പ്രോഗ്രാമൊക്കെ കാണുന്നത് ഒരു സമാധാനം കിട്ടും. അത് താൽക്കാലികമാണെങ്കിലും നമുക്ക് പെർമനൻ്റ് ആയിട്ട് വേണമെങ്കിൽ തീർച്ചയായും മെഡിറ്റേഷനാണ് അതിനുള്ള മാർഗ്ഗം. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് മെഡിറ്റേഷനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും മെഡിറ്റേഷനും എക്സസൈസും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് തന്നെ നമ്മളെ സ്ട്രെസ് ഇല്ലാതാക്കാൻ തന്നെ നമുക്ക് സാധിക്കും. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. ലൈഫ് സ്റ്റൈലും നമ്മുടെ മുടി കൊഴിച്ചലിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അമിതമായ മദ്യപാനം, പുകവലി, ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്ന് പൊതുവെ അറിഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മുടെ തെറ്റായ ലൈഫ് സ്റ്റൈൽ മുടി കൊഴിച്ചലിനെ ഭയങ്കരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള ഹെയർ കെയർ ചെയ്യാതിരിക്കുന്ന അവസ്ഥ, ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഷാമ്പു ചെയ്യുക, 2 തവണയെങ്കിലും ഓയിലിംഗ് ചെയ്യുക, ഒട്ടേറെ കാര്യങ്ങളിലത്തെ
ഒരു കാര്യമാണ് ഡാൻഡ്രഫ്. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കുറേ എന്താ പറയുക, യൂട്യൂബിൽ തന്നെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഡാൻഡ്രഫ് മാറ്റുവാൻ വേണ്ടിയിട്ട്. അതിനുള്ള നല്ല ഷാംപൂസ് ഉണ്ട്, പിന്നെ ഹോം റെമഡീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ ഡാൻഡ്രഫിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാക്കാം. പോയിന്റ് നമ്പർ 8 ആയിട്ട് പറയാനുള്ളത് ഹെയർ ഗ്രോത്ത് സൈക്കിളാണ്. അതായത് ഇത് ഒരുപക്ഷെ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നില്ല. അതായത് ഒരു 6-7 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ മുടിയുടെ വളർച്ച പൂർണ്ണമായിട്ടും നിൽക്കും. അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ മുടി കൊഴിച്ചിൽ വളരെ കൂടും. അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും, എന്താണ് ഇതിന് കാരണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹെയർ ഗ്രോത്തിൻ്റെ ഒരു സൈക്കിൾ അതായത് ഇങ്ങനെ ഒരു തുടർച്ച ഉണ്ട്. ഒരു 6-7 വർഷം കഴിയുമ്പോഴേക്കും മുടിയുടെ വളർച്ച പൂർണ്ണമായി നിൽക്കുകയും പിന്നെ വീണ്ടും അത് റീസ്റ്റാർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അത് തിരിച്ചറിയണം, ഇത് അങ്ങനെയാണോ അല്ല ഞാൻ ആദ്യം പറഞ്ഞ മറ്റ് കാരണങ്ങൾ കൊണ്ടാണോ, അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുടി കൊഴിച്ചിൽ കൂടുകയാണെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുക. അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നിങ്ങൾക്ക് തരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നീങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മുടി കൊഴിച്ചിലുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ, വൈറ്റമിൻസിൻ്റെ എന്തൊക്കെ അഭാവങ്ങൾ കൊണ്ടാണ് ഈ മുടി കൊഴിച്ചിലുണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും കാരണം ഒന്നാണെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും എണ്ണ മാത്രം വാങ്ങി തേക്കുകയാണ് ചെയ്യാറുള്ളത്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ എണ്ണ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ എന്താ പറയുക, ഒരു മോയ്സ്ചറൈസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും, അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് എത്തിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ചത് ഡോക്ടർ ബൃന്ദയാണ്. ബൃന്ദയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ബ്രോ സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ്.